ഹലോ ഭാരത സ്പോർട്സിനാല മറ്റൊരു കിടക്കാച്ചി വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറേ നാളായി. കാരണം എന്താ വെച്ചാൽ നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി തോന്നുന്നില്ല. കാരണം അത്രയും വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വളരെയധികം കുറവായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, എന്നാലാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രചോദനം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ മാക്സിമം കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇത്രയും പേര് കാണുന്നുണ്ടല്ലോ, ഇത്രയും പേര് നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ടല്ലോ, നമുക്കൊരു ഇതുണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇത്രയും നമ്മൾ താമസിക്കുന്നത്. എന്നാലും നമ്മൾ ഒരുപാട് നല്ല അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചാനലിൽ തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ ഫിറ്റ്നസ് പരമുള്ള കാര്യങ്ങളൊക്കെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി വരാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വലിയൊരു ആരാധകരായിരിക്കും. ആരാധകരെല്ലാവരും ജസ്റ്റ് കമൻറ്റ് തരണം കേട്ടോ, എത്ര പേരുണ്ട് ആരാധകരെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കുക എന്നത് വലിയൊരു നമ്മുടെ ആഗ്രഹം തന്നെയാണ്. അപ്പോൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സിനോട് നിങ്ങൾ കളിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിപ്പോൾ നമുക്ക് എങ്ങനെയെല്ലാം രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് കളിക്കുക, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ അതിൽ എത്തിച്ചേരുക എന്നതിനെ പറ്റി പലർക്കും അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനോട് കളിക്കുക എന്ന് പറഞ്ഞത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. അത് എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല. അതേപോലെ തന്നെ ഭാഗ്യവും കൂടെ അതിന് അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഇവരൊക്കെ കളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കും ആ റേഞ്ചിലേക്ക് എത്തിക്കൂടെ എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. കാരണം നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, നിങ്ങളെങ്ങനെയാണ് ആ കളിയെ സമീപിക്കുന്നത്, ഫുട്ബോളിൽ എത്രത്തോളം നിങ്ങൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങൾക്ക് ISL പോലുള്ള കളികളിൽ കളിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് അത്യാവശ്യം പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോച്ചിനോട് നല്ലൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് പോലുള്ള ഇതിലേക്ക് കയറാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കളിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ലക്ഷം ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെക്കമെൻഡേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അത്തരം കളിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പം നല്ല കളി അറിയുന്ന എത്രയോ പേര് നമ്മുടെ അറിവിലുണ്ട്, പക്ഷേ അവരൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നില്ല. അതെന്തുകൊണ്ടാണ്? എത്രയോ പ്ലേയേഴ്സ് ഇപ്പോൾ കളിക്കാൻ നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അറിവിലുണ്ട് ഇഷ്ടം പോലെ, നിങ്ങളുടെ അറിവിലുണ്ടാവും ഇഷ്ടം പോലെ പ്ലേയേഴ്സ്. പക്ഷേ അവർക്കൊന്നും ഇത്തരത്തിലുള്ള ഇതിലേക്കൊന്നും കയറി പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിലെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പിടിപാടും കാര്യങ്ങളും ഇല്ല. അതായത് നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിലുള്ള കോച്ചിൻ്റെ സഹായം, അതേപോലെ തന്നെ നമ്മളെയൊക്കെ കൊണ്ടുപോയി നടക്കാൻ വേണ്ടി ഒരാളിത് കാര്യങ്ങളും നമ്മൾക്ക് ഉണ്ടാവില്ല. ഇത് തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഇതിനെ ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ടൊരവസ്ഥയാണ് നമ്മൾക്ക് പലർക്കും ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും ഒരാളെ നിങ്ങളൊന്ന് കൂടത്തി കൂട്ടുക. കാരണം ഇത്തരത്തിലുള്ള അറിയുന്ന ആൾക്കാർ, അത്യാവശ്യം നല്ല ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളെ കൂട്ടി നിങ്ങൾ പോവുക, ഇത്തരം സ്ഥലങ്ങളിലേക്കൊന്ന് പോയി നോക്കുക. കാരണം നിങ്ങൾക്ക് അവിടെ ചിലവരൊക്കെ ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അന്തം വിട്ട് പോയിരിക്കും. കാരണം വെച്ചാൽ ആരാണ് ഒരു ഇതൊന്നും ഉണ്ടാവില്ല നമുക്ക്, കോൺഫിഡൻസോ അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അറിയുന്നവരൊക്കെ ആളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രോഗിത്തോടെ വരികയും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും, ഇങ്ങനെ ഒരു പ്ലെയർ ഉണ്ട്, ഇവൻ അത്യാവശ്യം നല്ല കളിക്കുന്ന ഒരു പ്ലെയറാണ്, ജസ്റ്റ് ഇവൻ്റെ കളിയിൽ നിന്ന് നോക്കണം എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങളെ അവരൊന്ന് നോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കളിയിൽ നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് എടുത്ത് ശ്രദ്ധിക്കാനൊക്കെ ഒരു ഇടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലൂടെയൊക്കെ നിങ്ങൾക്കും കയറിപ്പോകാൻ പറ്റും ചാൻസസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. കാരണം ഒരുപാട് പേർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇത്തരം രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പലർക്കും അറിയത്തുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം രീതികളിലൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരം രീതികൾ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ, വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ് കിട്ടാനും സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി വന്നത്. കാരണം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികളും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങളിലും പലരും ആഗ്രഹിക്കുന്നുണ്ടാവും, നമുക്ക് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ വേണ്ടി കളിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഒരു സ്വപ്നമാണ്, ഒരു ഡ്രീമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോയുമായി പിറ്റേ ദിവസം വരുന്നവരെയും ബൈ ബൈ.